ഹലോ ഗൈസ്, വെൽക്കം ടു റിയൽ ടോക്ക്. ഇറ്റ് സുമിത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ വീഡിയോ കാണാൻ തുടങ്ങണം. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തോ ആയിക്കോട്ടെ അത് കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യാനും, വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും, ഈ വീഡിയോ ഒരുപാട് ആൾക്കാർക്ക് ഷെയർ ചെയ്തിട്ട് ഇൻഫർമേഷൻ എത്തിക്കാനും നിങ്ങൾ 100% ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ വന്നിട്ടുള്ളത് SRP ടോക്കണെ പറ്റിയിട്ടാണ്. ഒരുപാട് ആൾക്കാർ ഈ 2025 ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തിട്ടുള്ള ഒരു ടോക്കണാണ് XRP. ഒരുപാട് ആൾക്കാർ ഹോൾഡ് ചെയ്യുന്നുണ്ട്, ഒരുപാട് ആൾക്കാർ ഇത് വാങ്ങണോ എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ എന്തുകൊണ്ടാണ് ഇത്രത്തോളം ആൾക്കാർ ഇത് ചർച്ചയായത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ കിടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യനും ഈ ഒരു വീഡിയോ കണ്ടു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ആൻസർ കിട്ടും. നിങ്ങൾ വാങ്ങണോ വേണ്ടിയോ, ഇതിന് ഫ്യൂച്ചറാണോ ഉള്ളത്, എന്ത് ഫ്യൂച്ചറാണോ ഉള്ളത്, എന്തുകൊണ്ടാണ് ആൾക്കാർ വാങ്ങുന്നത്, എല്ലാ കാര്യത്തിനും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു ആൻസർ കിട്ടുന്നതാണ്. അതോടൊപ്പം ഞാനൊരു എക്സ്പേർട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല. അപ്പോൾ നിങ്ങളോട് ഈ ഒരു വീഡിയോയിൽ കമൻറ്റ് ഇടാൻ പറയുന്നത്, എനിക്ക് സപ്പോർട്ട് തരുന്നവർ എന്തായാലും ഓക്കെയാണ്, പക്ഷേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ ഒരു ടോപ്പിക്കിനെ പറ്റി നിങ്ങൾ കമൻറ്റ് ഇട്ടു എന്ന് പറഞ്ഞാൽ ഈ ഒരു വീഡിയോ കാണുന്ന ആൾക്കാർക്ക് എല്ലാം ഞാൻ പറയുന്നത് ശരിയാവുന്നൊന്നും ഇല്ലല്ലോ. അപ്പോൾ ആ ഒരു കാര്യം കൂടി കാണുമ്പോൾ അവർക്ക് എന്താണ് കൂടുതലും അതിനെപ്പറ്റി അറിയാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങളൊരു കമൻറ്റ് ഇടുകയെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ XRP ടോക്കണെ പറ്റി തീർച്ചയായിട്ടും കമൻറ്റ് ഇടണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ XRP എന്താണ്, XRP ടോക്കണെ പറ്റി സംസാരിക്കാം. അപ്പോൾ XRP ടോക്കൺ എന്ന് പറയുന്നത് ഒരു റിപ്പിൾ ലാബ്സ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനി ഉണ്ടാക്കിയിട്ടുള്ള ഒരു ടോക്കണാണ്. അപ്പോൾ ഈ ഒരു കമ്പനിൻ്റെ മെയിൻ ഗോൾ എന്താണെന്ന് പറഞ്ഞാൽ ഇതിന് സ്റ്റെബിലിറ്റി കൊടുക്കുക. സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിറ്റ്കോയിൻ എടുത്തു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഒരു നേറ്റീവ് ക്രിപ്റ്റോ കറൻസിയിൽ ഏറ്റവും കൂടുതൽ ട്രാൻസാക്ഷൻ വിത്തിൻ സെക്കൻഡ്സ് കൊണ്ട് നടത്താൻ പറ്റും എന്നുള്ളൊരു കോർ തീമായിട്ടാണ് ഈ ഒരു റിപ്പിൾ ലാബ്സ് XRP എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ എത്രത്തോളം സ്റ്റെബിലിറ്റി ആണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ. 1500+ ട്രാൻസാക്ഷൻ വിത്തിൻ സെക്കൻഡ്സ് കൊണ്ട് നടത്തണം എന്നുള്ളൊരു കാര്യമാണ് ഈ ഒരു XRP കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഈ ഒരു വർഷം ഇല്ലെങ്കിൽ ഈ വർഷം എൻഡ് ആകുമ്പോൾ $6 to $11 വരെയൊക്കെ ഇത് എത്തുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് എത്തുന്നത് എന്താണ് എന്നുള്ളൊരു കാര്യം കൂടി ഞാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പറഞ്ഞുതരാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മോട് നോക്കാൻ പോകുന്നത് XRP എന്ന് പറയുന്നത് 1500+ ട്രാൻസാക്ഷൻ നടത്താൻ വിത്തിൻ സെക്കൻഡ്സ് കൊണ്ട് നടത്താൻ പറ്റുന്ന ഒരു പ്രൊജക്റ്റ് തീമാണ് XRP ടോക്കൺ എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു കറക്റ്റ് ടൈമിൽ XRP ട്രേഡിംഗ് എന്ന് പറയുന്നത് $3.13 ആണ്. അപ്പോൾ ഇതൊരു റേഞ്ച് എന്ന് പറഞ്ഞാൽ $3.04 to $3.27 എന്ന് പറഞ്ഞിട്ടുള്ള ടുഡേ റേഞ്ചിലാണ് ഈ ഒരു XRP എന്ന് പറഞ്ഞിട്ടുള്ളത് നടക്കുന്നത്. അപ്പോൾ വിത്തിൻ ഒരു 1 ഇയർ അല്ലെങ്കിൽ ഈ വർഷം 470% ആണ് ഇതിനൊരു അപ്പ് പെർസെൻറ്റേജ് ഉള്ളത്. അത്രത്തോളം വാല്യൂ കൂടിയിട്ടുണ്ട് എന്നുള്ളൊരു കണക്കും നമുക്കിവിടെ കിടക്കുന്നുണ്ട്. അതേപോലെ തന്നെ വി ആൾസോ സീൻ പുൾ ബാക്ക്. നമ്മൾ ഈ ഒരു മാസങ്ങളിൽ ഇതിൻ്റെ വളരെയധികം വാല്യൂ കുറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വാല്യൂ കുറയുന്നതിന് മുമ്പ് തന്നെ $3.66 എന്ന് പറഞ്ഞിട്ടുള്ള ഡോളറിൽ ഇത് എത്തിയിട്ട് അവിടെ നിന്ന് താഴെ വന്ന് $3.06 എന്ന് പറഞ്ഞിട്ടുള്ള ഡോളർ വിത്തിൻ ഷോർട്ട് ടൈമിലും ഈ ഒരു XRP ടോക്കൺ എന്താണ് കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി നമ്മുടെ മാർക്കറ്റ് അനലൈസ് ചെയ്താണ്ട്. അപ്പോൾ നിങ്ങൾ പറയേണ്ടത് ഈ ഒരു ടോക്കൺ $6 എത്തുമോ $11 എത്തുമോ എന്ന് നിങ്ങൾ തന്നെ കമൻറ്റ് സെക്ഷനിൽ പറയാം. ഇനി ഞാൻ ഇതിൻ്റെ ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെയൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, അപ്പോൾ ഇതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്റ്റെബിലിറ്റി തന്നെയാണ്. സൂപ്പർ ഫാസ്റ്റ് ട്രാൻസാക്ഷൻ ആണ് ഫസ്റ്റ് ഇതിൻ്റെ ബെനിഫിറ്റ്. ഒരുപാട് ട്രാൻസാക്ഷൻ ഇതിൽ ചെയ്യാൻ പറ്റും. അപ്പം ഈ ഒരു ഫസ്റ്റ് ബെനിഫിറ്റ് ആർക്കാണ് ഗുണമാവുക? ഏറ്റവും കൂടുതൽ ട്രാൻസാക്ഷനൊക്കെ നമ്മുടെ ഈ ഒരു വേൾഡിൽ ആരാണ് ചെയ്യുന്നത് ചോദിച്ചാൽ ബാങ്ക്സ് ആണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ XRP എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്രൊജക്റ്റിൽ അല്ലെങ്കിൽ റിപ്പിൾ ലാബ്സിന് ഒരുപാട് ബാങ്ക്സ് ഒക്കെ ബാക്കപ്പ് ചെയ്യുന്നുണ്ട്, ഇല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ചെയ്യുന്നുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ ഒരുപാട് മൾട്ടി ട്രാൻസാക്ഷൻ അവർക്ക് വിത്തിൻ സെക്കൻഡ്സ് കൊണ്ട് നടത്താൻ പറ്റുന്ന ഒരു കാര്യമായത് തന്നെ ഒരുപാട് ബാങ്ക്സ് ഇതിൽ എന്ത് ചെയ്യുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഇല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ചെയ്യുന്നുണ്ട്. അത് തന്നെയാണ് ഫസ്റ്റ് XRPൻ്റെ ബെനിഫിറ്റ് എന്നുള്ളൊരു കാര്യം. അതേപോലെ തന്നെ നമ്മൾ ഏതൊരു ക്രിപ്റ്റോ കറൻസി എടുത്ത് നോക്കിയാലും അതിനൊക്കെ ഒരു ഗ്യാസ് ഫീ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു XRPയിൽ അവർ പറയുന്ന ഒരു ഗ്യാസ് ഫീ എന്ന് പറയുന്നത് $0.01, വളരെയധികം $1 മാത്രമാണ്, വളരെയധികം കുറവാണ്. മറ്റുള്ള ഏതൊരു നേറ്റീവ് ക്രിപ്റ്റോ കറൻസി എടുത്ത് നോക്കിയാലും അത്രത്തോളം കുറവ് ലോ ഫീസ് മാത്രമാണ് XRPയിൽ അവർ ഈടാക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് ഒരു ബെനിഫിറ്റ്. അതേപോലെ തന്നെ നമുക്കിത് എക്കോ ഫ്രണ്ട്ലി യൂസിങ് ആണ്. ഏതൊരു വ്യക്തിക്കും ഈസി ആയിട്ട് തന്നെ ഈ ഒരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യം. അതിനേക്കാളും ഉപരി വേറൊരു കാര്യമുണ്ട്, ലീഗൽ ക്ലാരിറ്റി. അപ്പോൾ എന്താണ് ലീഗൽ ക്ലാരിറ്റി എന്ന് വെച്ചാൽ ഈ ഒരു റിപ്പിൾ ലാബ്സ് എന്ന് പറയുന്നവർ $125 മില്യൺ ഇതിനൊരു ഫൈനൊക്കെ ഗവൺമെൻറ് അല്ലെങ്കിൽ ഒരു ലീഗലായിട്ട് അടച്ചിട്ടുണ്ട്. എന്തിനാണെന്ന് പറഞ്ഞാൽ ഇത് ഫ്യൂച്ചർ ഇനിയും ട്രേഡിംഗ് കണ്ടിന്യൂ ആവണം എന്നുള്ള രീതിയിൽ. അപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലായിട്ടുണ്ടാവും, ഇത് എപ്പോഴും കണ്ടിന്യൂ ആയ ആൾക്കാർ യൂസ് ചെയ്യണം എന്നുള്ള രീതിയിൽ എവിടെയെങ്കിലും ഒരു റെസ്ട്രിക്ഷൻ വന്നപ്പോൾ അത് മറികടക്കാൻ വേണ്ടി ഇവരുടെ കമ്പനി തന്നെ, റിപ്പിൾ ലാബ്സ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനി തന്നെ $125 മില്യൺ ഇതിന് ഫൈനായി ചെയ്ത് അത് വീണ്ടും കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊരു ബെനിഫിറ്റാണ്. ഈ ഒരു ന്യൂസൊക്കെ വളരെയധികം എന്താണ്, ഒരുപാട് ആൾക്കാർക്ക് വളരെയധികം ഇതിനൊരു സപ്പോർട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു ന്യൂസ് ആയിരുന്നു അത്. അതേപോലെ തന്നെ ഡെഫി എക്സ്പാൻഷൻ, ഈ ഒരു ഏതൊരു പ്രൊജക്റ്റ്
എടുത്താലും ഏതൊരു ടോക്കൺ എടുത്താലും അതിനൊരു എക്കോ സിസ്റ്റം ഗ്രോത്ത് ചെയ്യാനുണ്ട്. അപ്പോൾ ഫ്യൂച്ചറിൽ ഒരുപാട് എക്കോ സിസ്റ്റം വരാമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ഇതിൻ്റെ ഒരു കമ്പനി അവർ എന്ത് ചെയ്തിട്ടുണ്ട്, പുറത്ത് വിട്ടിട്ടുണ്ട്. ഇനി നമ്മളിവിടെ നോക്കാൻ പോകുന്നത് ഏതൊരു കാര്യത്തിനും നമുക്കിതിന് നല്ലതുമുണ്ട് ചീത്തയുണ്ട് എന്നുള്ളൊരു കാര്യമാണ്. ഞാനിപ്പോൾ എന്ത് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുമ്പോഴും എൻ്റെ ഒരു കൂട്ടുകാരുടെ അടുത്ത് പറഞ്ഞു തരുന്ന പോലെയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ സാധാരണ രീതിയിൽ തന്നെയാണ് ഞാൻ പറഞ്ഞു തരുന്നതെന്നാണ്. എന്താണെന്ന് പറഞ്ഞാൽ അങ്ങനെ പറയുമ്പോൾ ഒരുപാട് ആൾക്കാർക്ക് എന്താണ് മനസ്സിലാവും. അപ്പോൾ ഏതൊരു കാര്യത്തിനും നല്ലതുമുണ്ട് ചീത്തയുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നല്ല കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ ചീത്തയായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടി പഠിക്കാം. അപ്പോൾ ഫസ്റ്റ് കാര്യം തന്നെ ഇതൊരു സെൻട്രലൈസേഷൻ കൺസേൺസ് എന്നുള്ളൊരു കാര്യമാണ്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇല്ലെങ്കിൽ ഇതിൽ ഏറ്റവും കൂടുതൽ ഇതിൻ്റെ ഹോൾഡിങ്സ് ഇല്ലെങ്കിൽ XRPൻ്റെ ഹോൾഡിങ്സ് ആർക്കാണുള്ളത്, ഈ ഒരു റിപ്പിൾ ലാബ്സ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിക്ക് തന്നെയാണുള്ളത്. അപ്പോൾ ഒരുപാട് ഹോൾഡിങ്സ് അവർക്ക് ഉള്ളത് കാരണം എപ്പോൾ വേണമെങ്കിലും അവർക്ക് എന്താണ് ഇത് വിറ്റിട്ട് പ്രോഫിറ്റ് ആക്കാം, ബാക്കിയുള്ള ആൾക്കാരിനെയൊക്കെ പറ്റിക്കാം എന്നുള്ളൊരു ഓപ്ഷൻ കിടക്കുന്നുണ്ട്. ഏതൊരു ക്രിപ്റ്റോ കറൻസിയിലും ലിക്വിഡേറ്റ് ആവുന്നത് ഏറ്റവും കൂടുതൽ ഹോൾഡിങ്സ് ഉള്ള ആൾക്കാർ അത് വിൽക്കുമ്പോഴാണ്. റീസെൻ്റ് തന്നെ ഞാനൊരു ന്യൂസൊക്കെ എൻ്റെ ടെലിഗ്രാം ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. XRPൻ്റെ ഫൗണ്ടർ എത്രയോ മില്യൺ 94 സംതിങ് മില്യൺസ് അവരെന്ത് ചെയ്തു, XRP ഹോൾഡിങ്സ് വിറ്റു എന്ന് പറയുന്ന ഒരു കാര്യം. അപ്പോൾ ഈ ഒരു കണക്കിൽ അവർക്ക് അത് പ്രോഫിറ്റ് ആയി വരുമ്പോൾ തീർച്ചയായിട്ടും വിൽക്കാം അങ്ങനെയുള്ള കാര്യം. പക്ഷേ ഇതൊക്കെ ആർക്കാണ് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ആവുമെന്ന് ചോദിച്ചു എന്ന് പറഞ്ഞാൽ ഷോർട്ട് ടേമിൽ ഇത് ട്രേഡ് ചെയ്യാൻ എടുക്കുന്ന ആൾക്കാർക്ക് ഇത് വളരെയധികം എന്താണ് അഫക്റ്റ് ആവാനുള്ള സാധ്യത അവിടെ കിടക്കുന്നുണ്ട്. അതേപോലെ തന്നെ റിപ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനി കുറേ എസ്ക്രോ ഇതിൽ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. എസ്ക്രോ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൊരു ട്രാൻസാക്ഷൻ ചെയ്യുമ്പോഴും വേറെ ഒരാളൊരു ട്രാൻസാക്ഷൻ ചെയ്യുമ്പോഴും അതിൻ്റെ ഇടയിൽ നിന്ന് ഈ ഒരു ട്രാൻസാക്ഷൻ കൈകാര്യം ചെയ്യുക എന്നുള്ളൊരു കാര്യം. അപ്പോൾ ഇവർ ഒരുപാട് ഈ ഒരു എസ്ക്രോ ഒക്കെ ഹോൾഡ് ചെയ്യുന്നത് കാരണം ഈ ഒരു ഇടയിൽ നിൽക്കുന്ന ആൾ എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യാം, ഈ ഒരു ട്രാൻസാക്ഷൻ ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു സമയമുണ്ട്. അപ്പോൾ ഒരു പ്രൈസ് ഒക്കെ ഇവർ വയലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന ട്രാൻസാക്ഷനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇത് ഹോൾഡ് ചെയ്ത് വെക്കാം എന്നുള്ളൊരു കാര്യം ആക്സസ് അവർക്ക് ഉണ്ട് എന്നുള്ളത് വലിയൊരു നെഗറ്റീവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതേപോലെ തന്നെ ഇതിന് ഒരുപാട് കോമ്പറ്റീഷൻ ഉണ്ട്. ഈ സെയിം മെത്തേഡ് ഓഫ് ഈ ഒരു സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് ഇല്ലെങ്കിൽ ഇവൻ്റെ മെയിൻ ഈ ഒരു ഗോൾ ഇത്രത്തോളം ട്രാൻസാക്ഷൻ വിത്തിൻ സെക്കൻഡ്സ് കൊണ്ട് നടത്താൻ പറ്റുന്ന ഈ ഒരു ട്രാൻസാക്ഷൻ എല്ലാ കാര്യങ്ങളും യൂസ് ചെയ്യുന്ന പല വേറെയും ഇതേപോലെയുള്ള പ്രൊജക്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പോപ്പുലർ ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ SLM എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ടോക്കണാണ്. ഇവരും സെയിം മെത്തേഡ് ഓഫ് നേറ്റീവ് ക്രിപ്റ്റോ കറൻസിയിലുള്ള ഈ ട്രാൻസാക്ഷനാണ് ഇവർ ചെയ്യുന്നത്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക എന്തായാലും. അതേപോലെ തന്നെ CBDCS എന്ന് പറഞ്ഞിട്ടുള്ള ടോക്കണും സെയിം മെത്തേഡാണ് എടുക്കുന്നത്. അപ്പോൾ ഇവർക്ക് എന്താണ്, അവരും വളരെയധികം പോപ്പുലാരിറ്റി ഉള്ളതാണ്. ഇതേപോലെ സെയിം മെത്തേഡ് ഉപയോഗിച്ച് ഒരുപാട് ടോക്കൺസ് പ്രൊജക്റ്റുകൾ നമ്മുടെ അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇവരൊക്കെ ഇതിന് നല്ലൊരു വേറെ സ്ട്രാറ്റജി ഉപയോഗിച്ച് വളരെയധികം പെട്ടെന്ന് വരാനുള്ളൊരു സാധ്യതയും കൂടി ഈ ഒരു XRPയിൽ അവർക്ക് അത് ബീറ്റ് ചെയ്യാൻ പറ്റാതിരുന്നാൽ അവർക്ക് വീണ്ടും വാല്യൂ കുറയാനുള്ളൊരു സാധ്യത അവിടെ കിടക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിൽ ഏറ്റവും വലിയ വേറൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ടേക്കിംഗ് റിസ്ക് ആണ്. ഒരുപാട് ഹോൾഡേഴ്സ് 95% എല്ലാവരും പ്രോഫിറ്റിൽ നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ പ്രോഫിറ്റിൽ നിൽക്കുമ്പോൾ ലോങ് ടേമിലായിരിക്കും ഇവരൊക്കെ ചെയ്തിട്ടുണ്ടാവുക. അങ്ങനെ പ്രോഫിറ്റിൽ നിൽക്കുന്ന ആൾക്കാർ സെല്ല് ചെയ്യുക ഷോർട്ട് ടേം എടുത്തവർക്ക് ആൾക്കാർക്കൊക്കെ എന്താണ് വളരെയധികം വാല്യൂ കുറയാനുള്ള സാധ്യതകൾ ഈ ഒരു പ്രൊജക്റ്റിലുണ്ട്. അപ്പോൾ ഈ 95% ഹോൾഡിംഗ് ആൾക്കാരും അവർക്ക് പ്രോഫിറ്റിൽ നിൽക്കുകയെന്നുണ്ടെങ്കിൽ ഈ 95% ആൾക്കാർ എന്താണ് അത് സെല്ല് ചെയ്ത് വരും. അങ്ങനെ സെല്ല് ചെയ്ത് വരുമ്പോൾ ഇതിന് പെട്ടെന്ന് വാല്യൂ കുറയാനുള്ള ഫ്യൂച്ചറിൽ വാല്യൂ കുറയില്ലേ എന്നുള്ളൊരു ഡൗട്ട് അവിടെ നിൽക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ്. അതേപോലെ തന്നെ റിപ്പിൾ കാൺ സെൽ ഡയറക്ട്ലി ടു ഇൻസ്റ്റിറ്റ്യൂഷൻസ് അണ്ടർ കറന്റ് സെറ്റിൽമെന്റ് ടേംസ്. അപ്പോൾ റിപ്പിളിന് ഡയറക്റ്റ് ആയിട്ട് ഒരു സെറ്റിൽമെന്റ് ഇപ്പോൾ വേറൊരു കമ്പനി ആയിക്കോട്ടെ അല്ലെങ്കിൽ വേറൊരു പ്രൊജക്റ്റ് ആയിക്കോട്ടെ അവർക്ക് അത് ഡയറക്റ്റ് ആയിട്ട് സെറ്റിൽ ചെയ്യാൻ ഇല്ലെങ്കിൽ അവർക്ക് പെട്ടെന്ന് തന്നെ വേറൊരു കമ്പനി ഇത് സെറ്റിൽമെന്റ് എടുക്കാനൊന്നും ഇതുവരെ പറ്റിയിട്ടില്ല എന്നുള്ളൊരു കാര്യം കൂടി ഒരു നെഗറ്റീവ് കിടക്കുന്നുണ്ട്. ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്താന്ന് പറഞ്ഞാൽ XRP എന്ന് പറയുന്നത് ബൈ ചെയ്യണോ ഹോൾഡ് ചെയ്യണോ എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നിങ്ങളിപ്പോൾ ഒരു XRP ഹോൾഡ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ ഒരു സ്ട്രോങ് കേസിൽ നിങ്ങൾ ബിലീവ് ചെയ്യാന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു ബെനിഫിറ്റ് ഒക്കെ നിങ്ങൾ ബിലീവ് ചെയ്തതിനൊരു പൊട്ടൻഷ്യൽ ഉണ്ട്, ETF പൊട്ടൻഷ്യലൊക്കെ ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ വിചാരിച്ച് ചെയ്യുന്ന ആണെങ്കിൽ നിങ്ങൾക്ക് ലോങ് ടേമിൽ തീർച്ചയായിട്ടും XRP ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഇങ്ങനെയുള്ള എക്സ്പേർട്സ് പറയുന്നുണ്ട്. ഞാൻ പറയുന്നില്ല, ഞാൻ പറഞ്ഞിട്ടുള്ള ഈ ഒരു ബെനിഫിറ്റ്സ് വെച്ചിട്ട് ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു XRP എന്ന് പറയുന്നത് വളരെയധികം വയലേറ്റ് ആണ്. ഞാൻ പറഞ്ഞു ഫസ്റ്റ് തന്നെ ഇതിൻ്റെ ഒരു റേഞ്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ഡേയിൽ $3.04 to $3.27 വരെ വയലേറ്റ് ആവാൻ പറ്റുന്ന ഒരു ടോക്കണാണ് XRP എന്ന് പറയുന്നത്. അപ്പോൾ ഷോർട്ട് ടേമിൽ ട്രേഡ് എടുക്കുന്ന ഒരുപാട് ആൾക്കാർക്ക് വളരെയധികം സൂക്ഷിച്ച് മാത്രം ട്രേഡ് എടുക്കാൻ പറ്റുന്ന ഒരു ടോക്കൺ കൂടിയാണ് ഈ ഒരു XRP എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഷോർട്ട് ടേം ട്രേഡേഴ്സിന് ഇത് എടുക്കാൻ വളരെ റിസ്ക് ആണ്. ലോങ് ടേം ചെയ്യുന്നവർക്ക് ഇത് ഹോൾഡ് ചെയ്യാം എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. ഞാൻ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യല്ല, പക്ഷേ ഈ ഒരു കാര്യങ്ങളൊക്കെ ഇതിൽ ബെനിഫിറ്റ്സ് ഉണ്ട് എന്നുള്ളൊരു കാര്യം. അതേപോലെ തന്നെ ഞാൻ നെഗറ്റീവും പറഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ XRP വാങ്ങണോ വേണ്ടിയോ
എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. അത് ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ പറയുന്നതിനേക്കാളും ഇത്രത്തോളം കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്തായാലും കേട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾ തീരുമാനിക്കേണ്ടത് നിങ്ങളുടെ സ്ട്രാറ്റജികൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾ XRP വാങ്ങണോ എന്നുള്ളൊരു കാര്യം നിങ്ങൾ പറയുക. അതേപോലെ തന്നെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ അടുത്ത് ഏത് ടോക്കണെ പറ്റിയിട്ടാണ് നിങ്ങൾക്ക് സംസാരിക്കേണ്ടത്, ഇതേപോലുള്ള രീതിയിലുള്ള എക്സ്പ്ലനേഷൻ വേണ്ടത് എന്നുള്ളൊരു കാര്യം കൂടി പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഞാൻ ആ ടോക്കണെ പറ്റി തീർച്ചയായിട്ടും പറയാം. അടുത്തൊരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ബിറ്റ്കോയിനെ പറ്റിയിട്ടാണ്. എന്തുകൊണ്ടാണ് ബിറ്റ്കോയിൻ പെട്ടെന്ന് തന്നെ ഒരു വാല്യൂ ഒക്കെ കൂടി എന്നുള്ളൊരു കാര്യമൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എന്തായാലും ചാനലൊന്ന് ഫോളോ അപ്പ് ചെയ്തു. അതേപോലെ തന്നെ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ടെലിഗ്രാം ചാനലിലും കൂടി കയറുക. ഞാനിപ്പോൾ ഇന്ന് പറഞ്ഞിട്ടുള്ള XRP ഹോൾഡിംഗ് ഒക്കെ വിറ്റത് ഞാൻ നേരത്തെ തന്നെ ടെലിഗ്രാം ചാനലിൽ ഇട്ടിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു കാര്യം കിടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുമ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞു XRP ടോക്കണിൻ്റെ എന്ത് കാര്യങ്ങൾ നിങ്ങൾ അറിയാമെന്നുണ്ടെങ്കിലും അത് പറയുക. എപ്പോഴും ഞാൻ ശരിയല്ല, അതെനിക്ക് 100% അറിയാം. അപ്പോൾ നിങ്ങൾ എന്താണ് അറിയുന്ന ആൾക്കാർ, ഇതിൽ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുണ്ടാവും. നമ്മളെക്കാളും ഞാനൊക്കെ ഒരു ചെറിയ കുട്ടിയാണ്. അപ്പോൾ ഇതിനേക്കാളും ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരൊക്കെ കമൻറ്റ് സെക്ഷനിൽ വന്ന് നമുക്ക് ഇടുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷമാണ്. അത് നല്ല കാര്യമാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും എന്താണ് അക്സെപ്റ്റ് ചെയ്തിട്ട് എൻ്റെ മേലെ തെറ്റുണ്ട് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെയുള്ള അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ ഇടുക. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ XRPനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും ഈ വീഡിയോ ഒരുപാട് ആൾക്കാർ XRP ഹോൾഡേഴ്സിനൊക്കെ സെൻഡ് ചെയ്ത് അയച്ചു കൊടുക്കാനും നിങ്ങൾ 100% ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഹാവ് എ ഗ്രേറ്റ് ഡേ. നന്ദി, നമസ്കാരം, ബൈ.